അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നോമ്പിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് എങ്ങനെ സ്നാക്സ് എണ്ണമഴയൊന്നും യൂസ് ചെയ്യാതെ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഓടിക്കത്തിച്ച് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ചെറുനാരങ്ങ എന്തായാലും കൊണ്ടുവന്നതില്ല കേട്ടോ. അപ്പോൾ ഒന്നും നോക്കില്ല, താഴെ തോട്ടത്തിൽ ഒരു ചെറിയൊരു മരമുണ്ട്, അങ്ങോട്ട് ഓടിയിട്ടോ. കാരണം ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഭാഗ്യത്തിന് എന്തോ 2 പീസ് ഇതുമേൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ചെറുനാരങ്ങ എന്ന് വെച്ചാൽ ഇത് ഒടിച്ചുത്തി നാരങ്ങയാണ്, നമ്മുടെ അച്ചാറൊക്കെ ഇടുന്ന നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതിലത്തെ കായ ഫുള്ള് സത്യത്തിൽ ഞാൻ തന്നെയാണ് കേട്ടോ പറിച്ചെടുക്കൽ. അച്ചാറിടാനൊന്നും ടൈം കിട്ടാറില്ല. അത്യാവശ്യം നമ്മൾ നോർമലി വാങ്ങുന്ന നാരങ്ങനായിട്ടിൽ നല്ല രീതിയിൽ നീര് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും കതിച്ച് പോയത് എന്നാലും കാര്യത്തിലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടിന് മുറ്റത്ത് ഇതുപോലത്തെ ഉണ്ടാകുകയാണെങ്കിൽ നല്ലൊരു സുഖമാണല്ലേ. അപ്പോൾ എന്തായാലും ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ കൂട്ട് തയ്യാറാക്കുകയാണ്. ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ പലപ്പോഴും ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, എനിക്കെന്നല്ല വീട്ടിലെല്ലാവർക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചെറുനാരങ്ങ നീര് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നീര് കിട്ടും കേട്ടോ. അപ്പോൾ ചിക്കന് ഞാൻ ആദ്യം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ നമ്മുടെ ചെറുനാരങ്ങ നീര്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കരിവേപ്പിൻ്റെ ഇല ഇടണം കേട്ടോ, അത് മസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അടിയാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഓവർ ആവരുതിട്ട്. കാരണം നമ്മൾ ഓൾറെഡി നാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു വെള്ളം ഉണ്ടാവും. അപ്പം ഞാനത് അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു പപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല പഴുത്ത പപ്പായ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ പിന്നെ ഉമ്മ അതവിടെ പത്തിരി പണിയിലാണ്. ഉമ്മ പത്തിരി കുഴച്ച് റോളാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പരത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഒരുപാട് ആളുകളില്ലല്ലോ, ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം നമ്മൾ നല്ല രീതിയിൽ അത് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺഫ്ലവർ പൊടി നമ്മൾ നല്ല രീതിയിൽ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. പിന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് ചിക്കൻ വറുത്തരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾ തേങ്ങ ചിരകൽ നമ്മൾ പുറത്താണ് ഇട്ടുള്ളത്, പഴയ നമ്മുടെ അടുപ്പിൻ്റെ അവിടെയാണ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനത് ചിരകി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിൽ കുറേ പേരൊന്നുമില്ല, ആകെ 4 പേരുള്ളൂ. ഹസൂട്ടീനോട് കൂട്ടിയിട്ട് 5 പേരേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ വറുത്തരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നോർമലി എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നമ്മുടെ സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. പൊട്ടാറ്റോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചൊന്ന് വഴങ്ങിയതിന് ശേഷം നമ്മുടെ തക്കാളി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോർമലി എല്ലാവരും ഇടുന്ന പോലെ തന്നെ പൗഡറുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ കണ്ടിന്യൂസ് വീഡിയോസ് ഇടാത്തത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള വ്യൂസും അതുപോലെ തന്നെ പല ഇതുമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ചടപ്പ് വരില്ലേ, നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് അതിനുള്ള റിസൾട്ട് ഇല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു ചെറിയൊരു ചടപ്പ് തുടങ്ങിയിട്ടാണ് നമ്മൾ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസ് ഇടൽ കുറഞ്ഞത് കേട്ടോ. കാരണം നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തതിൽ എന്തായാലും ഫോളോ ചെയ്യുക. നമ്മൾ നല്ല രീതിയിൽ കണ്ടൻറ് ക്രിയേറ്റർ ആണ് ചെയ്യൽ, നല്ല ഫണ്ണി വീഡിയോസൊക്കെയാണ്. അതുപോലെ ഷോപ്പ് പ്രൊമോഷൻ വീഡിയോസൊക്കെ അതിലാണ് ചെയ്യുന്നത്. സിമ്മി എന്നാണ് അക്കൗണ്ടിൻ്റെ പേര്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യാത്തതിൽ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇതിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മൾ ഫാമിലി വ്ളോഗ്, ഫണ്ണി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് ഇടാൻ തോന്നുള്ളൂ കേട്ടോ. കാരണം നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് അതിനനുസരിച്ച് റിസൾട്ട് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരാൾക്കൊരു ചടപ്പ് ഇല്ലേ, ആ ഒരു ചടപ്പ് വന്നതാണ് സത്യത്തിൽ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ ഓരോ റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ട് ഇനി ഇങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു റെസിപ്പി അടിപൊളിയാണ് കേട്ടോ ഞാനിതിൽ കാണിക്കുക. നമ്മൾ ഏതൊരു കുഞ്ഞു കുട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയാണ്, ഹെൽത്തി ആയിട്ട് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എണ്ണമഴയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഓരോന്നായിട്ട് കാണിക്കുന്നില്ല, നമ്മൾ എന്തൊക്കെയാണോ ഉണ്ടാക്കുന്നത് അതിങ്ങനെ കാണിക്കാം കേട്ടോ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായതിൻ്റെ ശേഷം നമ്മൾ അവിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് ബ്രാൻഡ് അങ്ങനെയൊന്നുമില്ല, ഏത് അവിലായാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ക്വാണ്ടിറ്റി കൂട്ടണം എന്നുണ്ട്, അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 2-3 ഏലക്കായോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ അത് വറുത്തെടുക്കാം കേട്ടോ. ഓവർ കുക്കാവണമെന്നില്ല, ഞാൻ എണ്ണയോ നെയ്യൊന്നും
ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ വറുത്തെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും നമ്മളെ ഞാനിതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പപ്പായ വേണം, അതുപോലെ തന്നെ നമ്മുടെ അവിൽ, പിന്നെ തേങ്ങ ശർക്കരയൊക്കെ ഉണ്ട് ഇതിലേക്ക് വേണ്ട, വേറെ ഒന്നും വേണ്ട. അത്രയും നല്ല ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഇപ്പോൾ ഡയറ്റിങ്ങിലാണ്, എല്ലാവരും മീൻസ് ഡയറ്റിങ്ങിലാണ്, ഓവർ എണ്ണമയുള്ള വേണ്ടാന്ന് പറയും. പിന്നെ ഞാനും ചെറുതായിട്ട് ഇപ്പോൾ ഡയറ്റിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ എണ്ണമയുള്ള വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഞാൻ നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. മറ്റേ ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പപ്പായല്ലേ, അത് ഞാൻ കുറച്ചൊന്ന് വെള്ളം കുടഞ്ഞിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെ പഴുത്ത പപ്പായ ആണെന്നുണ്ടെങ്കിൽ, അത് ഓവർ പഴുത്തതാണെങ്കിൽ അടിക്കണം എന്നില്ല, ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ശർക്കരപ്പാനി ഉണ്ടാക്കുന്നുണ്ട്. 2 ആണി ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം അത്യാവശ്യത്തിന് മതിയെങ്കിൽ ഇത് മതി കേട്ടോ, കാരണം ഓവർ മധുരത്തിൻ്റെ ആവശ്യമില്ല. എന്നാലും നല്ല പാകത്തൊരു മധുരത്തിന് എനിക്ക് ഈ 2 ശർക്കര കൊണ്ട് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഇതാ ചിക്കനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആ ഒരു കൂട്ട് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോൺഫ്ലവർ പൊടി, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്, കറിവേപ്പിൻ്റെ എല്ലാം കൂടി അടിച്ചിട്ടാണ് നമ്മൾ അതിൽ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല വീട്ടിലെല്ലാവർക്കും ആ ഒരു ഫ്രൈ ഭയങ്കര രസമാണ്. നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു ഫ്രൈ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ശർക്കര പാനിയിലേക്ക് ഞാനിതാ തേങ്ങ ചിരകി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നല്ല രീതിയിൽ അതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് വറ്റിക്കണം, ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇത് ജസ്റ്റ് ഒന്ന് ഒരു വലിയൊരു ഫീല് വരുന്ന ടൈമിൽ ജസ്റ്റ് കുറച്ച് നേരം നമ്മളത് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പപ്പായ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പപ്പായ ഓവർ പഴുക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് അടിച്ചെടുത്തതാണ്. നിങ്ങൾ ഓവർ പഴുത്തതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഉടച്ചെടുത്താലും മതി കേട്ടോ. അപ്പം ഞാൻ പഴുത്ത് ഓവറാവാത്തതുകൊണ്ടാണ് ജസ്റ്റ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ പപ്പായത്തെ വെള്ളം അതുപോലെ തന്നെ നമ്മളിട്ടിട്ട് ഈ ഒരു തേങ്ങയും എല്ലാം കൂടി ഒന്ന് മിക്സായി കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ കുറച്ച് നമ്മുടെ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്തെടുത്താൽ മതി. നെയ്യ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് കൂടുള്ളൂ അല്ലേ. അപ്പം ഞാൻ ഓവറൊന്നും ആഡ് ചെയ്തെടുത്തിട്ടില്ല, ഒരു സ്പൂണും ഇല്ല, ഒരു അര സ്പൂണിൻ്റെ ഒരു ഇത്തിരി ഒന്ന് ഒഴിച്ചെടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ നല്ല രീതിയിൽ നിന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഓവർ കുറുക്കണ്ട കേട്ടോ. കുറച്ച് നമ്മൾ ഈ ഒരു പാനിൽ നിന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ കൂടുന്ന ആ ഒരു പാകമാകുന്ന ടൈമിൽ ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവിലില്ലേ, അത് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയതാട്ടോ. അപ്പോൾ ഈ ഒരു പരിവാകുന്ന ടൈമിൽ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അവിലിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു സുമാർ എടുത്തിട്ടുള്ളൂ. നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു ഭാഗത്ത് ഞാനിതാ നല്ല രീതിയിൽ എൻ്റെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ ടൈമിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതാ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു കൂട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അവിൽ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ മിക്സ് ചെയ്തതിന് ശേഷമുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ കണ്ടില്ല നല്ല രീതിയിൽ അത് മിക്സ് ആയിട്ടുണ്ട്. ഓവർ വെള്ളമില്ല, എന്നാൽ ഇതിലേക്ക് പിന്നെ ആഡ് ചെയ്തെടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ കുറച്ച് അവിൽ പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മതി, ഓവറൊന്നും വേണ്ട. 1 സ്പൂണോ 1.5 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണൊക്കെ മതി. അപ്പോൾ അതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ചൂടായതിന് ശേഷം ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ ആ ഒരു ഇത് ശരിക്കും പപ്പായനോട് ഉണ്ടാക്കിയാണോ അല്ല അവിൽ വെച്ചിട്ടുണ്ടാക്കിയാന്നൊന്നും ഒരിക്കലും അറിയില്ല കേട്ടോ. നമ്മളിത് അത്രയും ടേസ്റ്റുള്ളൊരു സംഭവമാണ്. പിന്നെ ഒരു ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് ജ്യൂസ് തന്നെയാണ് അല്ലേ. അപ്പം ഞാനിവിടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് എൻ്റെതായൊരു തട്ടിക്കൂട്ടിയിലൊരു ജ്യൂസ് അടിച്ചതാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പപ്പായയും നമ്മൾ ഉറുമാമ്പഴവും അതുപോലെ തന്നെ പൈനാപ്പിളും റോബസ്റ്റ് പഴവും എടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ നല്ല രീതിയിൽ ചൂടാറിയിടൊന്ന് ഇങ്ങനെ പോയി നോക്കുകയാണ് കേട്ടോ. അത് പിന്നെ എല്ലാവരും ഒരു ഇതാണല്ലോ. അപ്പം ഞാൻ എല്ലാ ഫ്രൂട്ട്സും ഇതാ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് പഞ്ചസാര യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. ഞാൻ പഞ്ചസാര യൂസ് ചെയ്തിട്ടില്ല, കാരണം ഇവിടെ കുറച്ച് ഡയറ്റിംഗ് എന്ന് പറഞ്ഞില്ലേ. പിന്നെ ഞാനിതാ എൻ്റെ ചിക്കൻ ഫ്രൈ ചെയ്ത്
ഇത് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഓരോ ടൈമിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മളിതാ അതിങ്ങനെ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ബോൾസ് ആക്കാം. പിന്നെ ഇതിന് ശേഷം ഞാനിതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിൽ പൊടിച്ചതൊന്ന് മാറ്റി വെക്കാൻ, അതും കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് അതിലൊന്ന് ഉരുട്ടി കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് പറയും കേട്ടോ. ഇതുപോലെ നല്ല ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ലഡു ഷേപ്പായിരിക്കും കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. കാരണം എണ്ണമയൊന്നും യൂസ് ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്പായൊക്കെ വെച്ചിട്ടുള്ള നല്ല ബോൾസാണ് കേട്ടോ, ഒരു ലഡു എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫസ്റ്റ് നോമ്പിൻ്റെ സ്നാക്സ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് ഓരോ വെറൈറ്റീസൊക്കെ ഞാനിങ്ങനെ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ പിന്നെ ഇക്ക വന്നതിന് ശേഷം ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം ഇക്കാക്ക് ചിക്കൻ്റെ ഷോർബ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ഒരു സൂപ്പിൻ്റെ ഒരു പരിവളര സംഭവം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സംഭവം നല്ല ഹെൽത്തിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നെക്സ്റ്റിൽ ഞാൻ കാണിക്കും കേട്ടോ. പക്ഷേ ഇതെല്ലാം കൂടി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുന്നേ ആണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നമ്മൾ 4 മണി 4:15 പത്തിരി പണിക്ക് അടുക്കളയ്ക്ക് വന്നത്. അതിന് ശേഷം നമ്മൾ ഈ ബാക്കിയുള്ള ഈ ഇത്രയും ഞാൻ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോമ്പെറുക്കാൻ നമ്മൾ ടേബിളിലെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ജ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ ലഡു ഉണ്ട്, പത്തിരി, അതുപോലെ കൂട്ടാനും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ നൈബേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൂട്ടാനിട്ട്. അപ്പോൾ അതെല്ലാം കൂടിയായിട്ട് നോമ്പെറുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ടേബിളിൽ നിരത്തി വെക്കുമ്പോൾ ഒരു സുഖമാണില്ലേ. കാരണം ഇത്രയും ടയേർഡായി നോമ്പ് പറ്റി ഇതെല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് ഇത് ഫുള്ള് നിരത്തി വെച്ചിട്ട് അത് കഴിക്കുമ്പോൾ ഒരു വേറെ ഫീലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത റെസിപ്പിക്കായിട്ട് വരാം. അപ്പോൾ അടുത്ത